ഹായ് മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും 9th സ്റ്റാൻഡേർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമുക്ക് ഈ വർഷം അക്കാദമിക് ഇയറിൽ നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ആദ്യം നമുക്ക് വരുന്നത് 5 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പേര് തന്നെ നോക്കൂ, കുട്ടികൾ ജീബർ എന്ന ജീവിക്കൂ, ജീബർ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം ഒന്ന് നഡ്കഡ് ഓർ ചട്പട്. ഒരു വീട്ടിലെ ചേട്ടനനിയന്മാരുടെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴുമുള്ള ഒരു മനോഹരമായ കഥയാണ്, കഹാനിയാണ്. രമേശ് ഉപാധ്യായാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്നത് ബഹുത്ത് ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. ഇത് കവി നാഗാർജുൻജിയാണ്. നാഗാർജുൻജി തൻ്റെ നാട്ടിലേക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഗ്രാമത്തിലെ കാഴ്ചകൾ മുഴുവൻ മനസ്സ് നിറയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് പഠിക്കാനുള്ളത് ഷസ്തിയാണ്, ബ്ലർബാണ്. സിനിമയെക്കുറിച്ചോ നാടകങ്ങളെക്കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ചെറു വിവരണത്തോടു കൂടി എഴുതുന്നതിനെയാണ് നമ്മൾ ഷസ്തി എന്ന് പറയുന്നത്. പുസ്തകമാണെങ്കിൽ ഏറ്റവും പിറകുവശത്താണ് അതിനെക്കുറിച്ച് ഉണ്ടാവുക. എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് ചെറു വിവരണം അഥവാ പിൻതാൾ കുറിപ്പ് എന്ന് വേണമെങ്കിൽ, ബ്ലർബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബൂഡി കാക്കി എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാനുള്ളത്. ബൂഡി കാക്കി എന്നത് വൃദ്ധയായ ഇളയമ്മ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയെക്കുറിച്ചുള്ള, സിനിമ കാണാൻ ആളുകളെ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു വിവരണം, ഒരു വിറ്റ് നോട്ടീസ് പോലുള്ള സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലർബ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് പ്രേംചന്ദിൻ്റെയാണ്, ഗുൽജാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ പാഠം പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് 1ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങൾ പഠിക്കാനുണ്ട്. 2ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ ഹരിയാലിക്ക് ചവുമയും, പച്ചപ്പിന്റെ തണൽ എന്നാണ് 2ാമത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ നമുക്ക് ഗർ എന്ന് പറയുന്ന ഒരു കഹാനി പഠിക്കാനുണ്ട്, പ്രഭാത് എഴുതിയിരിക്കുന്ന. പിന്നീട് നമുക്ക് ഫൂൽ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, രാംദരശ് മിശ്ര എഴുതിയിരിക്കുന്ന. അപ്പോൾ നമുക്ക് 5 പാഠമായി. ഈ 5 പാഠമാണ് ക്വാർട്ടർലി എക്സാമിനേഷൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ യൂണിറ്റ് വരുന്നു, ഹം ഏക് ഹേ, നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ പേര്. അതിൽ 1ാമത്തെ പാഠം നമുക്ക് ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗി എന്ന് പറയുന്ന ലേഖനം സ്വയം പ്രകാശ് ചെയ്തിരിക്കുന്നത്. അതായത് ഗാന്ധിജിയുടെ വാച്ച് നഷ്ടപ്പെട്ടപ്പോൾ എന്ന കാര്യത്തെ ആസ്പദമാക്കിയാണ്. ഗാന്ധിജിയുടെ വാച്ച് നഷ്ടപ്പെട്ടപ്പോൾ എന്നതാണ് പാഠത്തിന്റെ പേര്. ഇവിടെ നോക്കൂ, മൗണ്ട്ബാറ്റൻ പ്രഭുവും അദ്ദേഹത്തിന്റെ വൈഫും മഹാത്മജിയെയും നമുക്ക് കാണാം. ഓക്കെ, ആ പാഠഭാഗം അതുമായി ബന്ധപ്പെട്ട ലേഖനമാണ്. ലാരി കോളിൻ്റെയും ഡൊമിനിക് ലാംബിയറിൻ്റെയും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകം വായിച്ച സമയത്ത് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വയം പ്രകാശ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മുക്തിബോധ് ചെയ്തിരിക്കുന്ന കവിതയാണ് ജൻ ജൻ കാ ചേഹര ഏക്ക്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ, വിവിധ വേഷങ്ങളിലൊക്കെ ആയിട്ടുള്ള, വിവിധ ഭാഷയിലുള്ള ആളുകളെല്ലാം മനുഷ്യന്മാരുടെയൊക്കെ മുഖം ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും ഒരു മുഖമാണ്, മനുഷ്യമുഖമാണ് എന്ന് കാണിക്കുന്നതാണ് ഈ കവിത പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്രയും പാഠമാണ് അത് 3ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ 4ാമത്തെ യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് കാമിയാബ് കി രാഹുപ്പർ എന്നാണ്, വിജയത്തിൻ്റെ വഴിയിൽ എന്നാണ്, ലക്ഷ്യത്തിൻ്റെ സക്സസ്ഫുൾ ആയ വഴിയിൽ എന്നാണ്. അതിൽ നമുക്ക് പറയാവുന്നത് ഒന്ന്, വിജയത്തിൻ്റെ കഠിനമായ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് വിജയം കൈവരിച്ച ആളുകളുടെ കഥയാണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ലേഖനമായിട്ടൊന്ന് പഠിക്കാനുണ്ട്, ഫുട്ബോൾ കെ ദിൽ കെ രാജ, ഫുട്ബോൾ ഹൃദയത്തിൻ്റെ കീഴടക്കിയ രാജാവ് ആരാണ്, പെലെയെ കുറിച്ചുള്ളതാണ്. ഗോപാൽ ജോഷി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഗർ പേഡ് ഓർ താരേ കിയാദ്. ഗർ എന്ന് പറഞ്ഞാൽ വീട്, പേഡ് എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഓർ താരേ കിയാദ് നക്ഷത്രങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മകൾ എന്നാണ്. ഗർ വീട്, പേഡ് വൃക്ഷം, ഓർ അതുപോലെ തന്നെ താരേ കിയാദ് വൃക്ഷങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ലോക കഥയാണ്, ഒരു നാടോടി കഥയാണ്. മംഗളേഷ് ഡബരാലാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഒരു കവിതയുണ്ട്, 10ാമത്തെ പാഠമായിട്ട് വരുന്നു. ആ യൂണിറ്റിൽ നമുക്ക് കബ് തക്ക് എന്ന് പറയുന്ന വന്ദന ടേറ്റയുടെ ഒരു കവിതയാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ യൂണിറ്റാണ്, അവസാനത്തെ യൂണിറ്റാണ്. അവസാനത്തെ യൂണിറ്റിന്റെ പേര് ഖുലാ ആസ്മാൻ എന്ന, തുറന്ന ആകാശം എന്നാണ് യൂണിറ്റിന്റെ പേര്. ആ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും മനോഹരമായ ഒരു ഡ്രാമ പഠിക്കാനുണ്ട്, നാടകമാണ് രാജ ഓർ വിദ്രോഹി, രാജാവും അദ്ദേഹത്തിന്റെ എതിരാളിയും എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിരിക്കുന്ന നാടകമാണ്. എന്ത്, രവീന്ദ്രനാഥ ടാഗോറിന്റെ കഥയെ ആസ്പദമാക്കിയിട്ട് അമർ ഗോസ്വാമി ആണ് ആ കഥയെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കഥയെ അമർ ഗോസ്വാമിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാഠമാണ് നമുക്ക് ഇതിലൂടെ പഠിക്കാനുള്ളത്. അതായത് നാടകമാണ് രാജ ഓർ വിദ്രോഹി, രാജാവും എതിരാളിയും ശത്രുവും എന്നർത്ഥം.
ഓക്കെ, പിന്നീട് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് ബോൺസായ് എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഇത് സുധാ ഉപാധ്യായ എഴുതിയിരിക്കുന്ന കവിതയാണ്. ബോൺസായ്, വലിയ ചെടികളെയൊക്കെ ചട്ടിയിലാക്കിയിട്ട് നമുക്ക് 150 വർഷം പ്രായമുള്ള അരയാൽ മുത്തച്ഛനൊക്കെ നമ്മൾ പ്ലേറ്റിൽ കാണുന്നില്ലേ, അങ്ങനെ വെക്കുന്നത് നമ്മളെ മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഇത് പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയാണോ അല്ലയോ എന്നുള്ളതൊക്കെയാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതൊക്കെ വളരെ മനോഹരമായി കൃത്യമായി വെടുപ്പായിട്ട് അർത്ഥം മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി, ആശയങ്ങൾ മനസ്സിലാക്കി കൃത്യമായി നമ്മൾ പഠിച്ചിട്ട് വേണം നമുക്ക് മാർക്കുകൾ കരസ്ഥമാക്കാൻ. അങ്ങനെ അറിവോടുകൂടി 9th സ്റ്റാൻഡേർഡ് പാസ്സാകുമ്പോൾ മാത്രമേ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. ഏതാനും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കലല്ല പഠിക്കുക എന്ന് പറയുന്നത്, എല്ലാം സമഗ്രമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ വിജ്ഞാനത്തിന്റെ നിറകുടമായി മാറുന്നത്.